ന്യൂസ് ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുജിത്ത്, ആലപ്പുഴയുടെ സമരഭൂമികയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാർത്തെടുത്ത ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളായിരുന്നു ജി സുധാകരൻ. അതിൽ യാതൊർക്കും തർക്കമില്ല. ആ ജി സുധാകരനാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത്. SFI മുതൽ കർഷക തൊഴിലാളി സംഘടന മുതൽ CITU മുതൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ, വിവിധ കമ്മിറ്റികളിൽ, സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ വലിയ പദവികൾ വഹിച്ചിരുന്ന, ആലപ്പുഴയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന നേതാവ് ജില്ലയിൽ പാർട്ടി വിട്ട് പുറത്തു പോകുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വരാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം 2026 വിധിയെഴുത്ത് കേരളത്തിന്റെ കൂടി വിധിയെഴുത്തായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ എങ്ങനെ ബാധിക്കും? ഇതെങ്ങനെയായിരിക്കും പാർട്ടി പ്രവർത്തകർ ഇതിനെ ഉൾക്കൊള്ളുക? എങ്ങനെ പ്രതിരോധിക്കും? ഗൗതം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മുന്നിലേക്ക് വന്ന ഏറ്റവും ആഘാതശേഷിയുള്ള വാർത്ത നിശ്ചയമായും ഇതുതന്നെയാണ്. വിസ്മയങ്ങളൊക്കെ സംഭവിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ പലത് വന്നിരുന്നെങ്കിലും ഇത്ര വലിയ കേരള രാഷ്ട്രീയത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു വാർത്ത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുവരെ ഏതായാലും സംഭവിച്ചിട്ടില്ല തന്നെ. അമ്പലപ്പുഴയിലാണ് സുധാകരൻ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയുടെ അതിദീർഘ ചരിത്രം നമുക്കറിയാം. VS അച്യുതാനന്ദൻ മത്സരിച്ച മണ്ഡലമാണ്. സുശീല ഗോപാലനും PK ചന്ദ്രാനന്ദനും CK സദാശിവനും ഒക്കെ മത്സരിച്ച വലിയ ദീർഘചരിത്രമുള്ള CPIM-ന്റെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ വലിയ ചരിത്രമുള്ള മണ്ഡലത്തിലേക്ക് ജി സുധാകരൻ മത്സരിക്കാൻ വരുമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ്. മാത്രമല്ല 2022 ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പ്രായപരിധിയെ തുടർന്ന് 75 വയസ്സായതിനെ തുടർന്ന് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷമുള്ള കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ആലപ്പുഴയിലെ പാർട്ടിയുമായിട്ട് നിരന്തരമായ ഉൾപാർട്ടി പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആലപ്പുഴയിലെ അഭിഭാഷക ബ്രാഞ്ചിലായിരുന്നു പ്രവർത്തിച്ചു വന്നത്. 11 പേരുള്ള ആ ബ്രാഞ്ചുമായിട്ട് പോലും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല. അതിൽ കൂടി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നാണ് പറയുന്നത്. DYFI-യുമായി ഏതാണ്ട് വാർലൈക്ക് സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ കുറേ നാളായി ഉണ്ടായിരുന്നത്. അതായത് ആലപ്പുഴ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ടെങ്കിലും ഉണ്ട്. അതിലെ ഒരു ഭാഗത്ത് ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു സുധാകരൻ അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുമ്പോൾ അതിനുശേഷം മാത്രം സുധാകരൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തൂ എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും UDF സ്ഥാനാർത്ഥിയെ നിർത്തില്ല, പകരം ജി സുധാകരനെ പിന്തുണയ്ക്കും. കഴിഞ്ഞ തവണ ലിജു മത്സരിച്ച മണ്ഡലമാണ് നമുക്കറിയാം. കഴിഞ്ഞ തവണ H. ആയിരുന്നു അവിടെ ജയിച്ചത്. അനൂപ് ആന്റണിയൊക്കെ മത്സരിച്ച മണ്ഡലമായിരുന്നു. ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമായിരുന്നു. ഒരുപക്ഷെ ലിജുവിന് ഇത്തവണയും സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഞാൻ കൺവെൻഷൻ നടത്തില്ല, ഞാൻ പ്രസംഗിക്കാൻ പോവില്ല, ഞാൻ ചുവരെഴുതില്ല എന്നൊക്കെ സുധാകരൻ പറയുന്നുണ്ടെങ്കിൽ പോലും സർവാത്മന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് UDF പിന്നാലെ വന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെങ്കിലും പിന്തുണ തന്നാൽ അതിനെ തടയാൻ താനില്ല എന്നുകൂടി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, സന്യസിക്കാനാണല്ലോ മത്സരിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസുമായിട്ട് ചേർന്നല്ലേ മത്സരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും UDF-ന്റെ പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. UDF പിന്തുണ കൊടുക്കുകയും ചെയ്യും. കൺവെൻഷനുകൾ നടക്കും, ചുവരെഴുത്തുകൾ നടക്കും, ഇതൊക്കെ തന്നെ നടക്കും. ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മണ്ഡലമായി അവിടെ മാറും. ഒരുപക്ഷെ H. തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുക. ഇതിനെല്ലാം അപ്പുറം നേരത്തെ പറഞ്ഞ പോലെ സുശീല ഗോപാലൻ മത്സരിച്ച മണ്ഡലം, PK ചന്ദ്രാനന്ദൻ മത്സരിച്ച മണ്ഡലം, VS അച്യുതാനന്ദൻ ജയിക്കുകയും തോക്കുകയും ചെയ്ത മണ്ഡലം, CK സദാശിവൻ മത്സരിച്ച മണ്ഡലം, അങ്ങനെ ഒരു മണ്ഡലത്തിൽ അതായത് CPIM-ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാകെ തന്നെ നാഭീനാള ബന്ധമുള്ള ആ മണ്ണിൽ വളരെ വ്യത്യസ്തമായ അതിൻ്റെ ചരിത്രത്തിലില്ലാത്തവണ്ണം ഒരു മത്സരം ഇത്തവണ നടക്കും എന്നുള്ള കാര്യം ഏതായാലും ഉറപ്പാണ്. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിലുടനീളം ആലപ്പുഴയിലെ നേതാക്കളെ H. സജി ചെറിയാനെ, R. നാസറിനെ, അതേപോലെ തോമസ് ഐസക്കിനെ, ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിപരമായി തന്നെ വിമർശിക്കാൻ ജി സുധാകരൻ തയ്യാറാവുകയും ചെയ്തു. അതിനർത്ഥം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കണക്കുകൂട്ടുകയായിരുന്നു. പരിക്ക് പറ്റി ഏതാണ്ട് കുറച്ച് നാളുകളായി അദ്ദേഹം വീട്ടിൽ തുടരുകയായിരുന്നു. ഈ സമയത്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ ചിന്ത ആകെ തന്നെ മാറിമറിഞ്ഞത്. താൻ ഒറ്റപ്പെട്ടു പോയി, പാർട്ടിയിൽ തന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന ചിന്തകളൊക്കെ ഒരുപക്ഷെ രോഗശൈലിയിൽ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകാം. ആ സമയത്ത് ധാരാളം ആളുകൾ ഇടതു വലതു പാർട്ടികളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടാവും. അതിനിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഇത്തവണ മത്സരിച്ചാലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബീജാവാപം ചെയ്തത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി അത് മാറുന്നു എന്ന് മാത്രമല്ല, CPIM-ന് വലിയ തലവേദന അവിടെയും പരിസരത്തുള്ള മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ഉണ്ടാവാൻ പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി കേഡർ സംവിധാനത്തിനുള്ളിൽ, പാർട്ടി റാങ്ക് ആൻഡ് ഫയൽസിനുള്ളിൽ ജി സുധാകരൻ എന്നേ അനഭിമതനാണ്. ജി സുധാകരന് വലിയ സ്വാധീനമില്ല. പാർട്ടി കേഡേഴ്സിന് തന്നെ അദ്ദേഹത്തെ ഒരു മാടമ്പി സ്വഭാവത്തിൽ